നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാനിലയെക്കുറിച്ചാണ് ഇന്നത്തെ തൊടിയിലെ ചെടിയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഓർക്കിഡേസിയ ഫാമിലിയിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം വാനില പ്ലാനിഫോളിയ എന്നതാണ്. ഓർക്കിഡ് വർഗ്ഗത്തിൽപ്പെടുന്ന ഒരു വള്ളിച്ചെടിയാണ് വാനില. പടിഞ്ഞാറേ ആഫ്രിക്കയിലും മറ്റുമാണ് ഇവ ധാരാളമായി കൃഷി ചെയ്ത് കാണുന്നത്. ഒരു നിത്യഹരിത ബഹുവർഷിയാണ് ഈ സസ്യം. കായകൾക്ക് വേണ്ടിയാണ് ഇവ കൂടുതലായിട്ടും കൃഷി ചെയ്തു വരുന്നത്. ഇവയുടെ തണ്ടുകൾ ഉരുണ്ട് കടും പച്ച നിറത്തിലാണ് കാണപ്പെടുന്നത്. ഇവയ്ക്ക് സാമാന്യം നല്ല ബലവും ഉണ്ടായിരിക്കും. ഇവയിൽ കയറി പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പറ്റുഭാഗവും കാണാം. ഇവയുടെ ഇലകൾക്കും സാമാന്യം നല്ല ബലമുണ്ടായിരിക്കും. ഇവ ഏകദേശം 15 മുതൽ 20 സെൻറ്റിമീറ്റർ വരെ നീളത്തിലും 10 സെൻറ്റിമീറ്റർ വരെ വീതിയിലുമാണ് കാണപ്പെടുന്നത്. വളരെ കട്ടിയുള്ളവയും ആയിരിക്കും. തണ്ടുകൾ ഏകദേശം 15 മീറ്റർ വരെ ഉയരത്തിൽ വളരാറുണ്ട്. സാധാരണയായി വർഷത്തിലൊരിക്കലാണ് ഇവ പൂക്കുന്നത്. പൂവുകൾ പൂങ്കുലയായിട്ടാണ് കാണുന്നത്. ഒരു പൂങ്കുലയിൽ ഏകദേശം 15 മുതൽ 20 വരെ പൂക്കൾ ഉണ്ടാവും. പൂക്കൾക്ക് പച്ച കലർന്ന മഞ്ഞ നിറമായിരിക്കും ഉണ്ടായിരിക്കുക. ഒരു ദിവസം മാത്രമേ ഈ പൂക്കൾക്ക് ആയുസ് ഉണ്ടായിരിക്കുകയുള്ളൂ. സാധാരണയായി രാവിലെയാണ് ഇവ വിരിയാറുള്ളത്. ഇവയുടെ പൂക്കൾ ദ്വിലിംഗിയായിട്ടാണ് കാണപ്പെടുന്നത്. സാധാരണയായി പ്രത്യേകതരം വണ്ടുകളാണ് ഇവയുടെ പരാഗണം നടത്തുന്നത്. അല്ലാത്ത പക്ഷം കൃത്രിമമായും ഇവയുടെ പരാഗണം നടത്താറുണ്ട്. വാനില ബീൻസ് എന്നറിയപ്പെടുന്ന ഇതിൻ്റെ കായകൾക്ക് സിലിണ്ടർ ആകൃതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇവയുടെ വിത്തുകൾ ഉരുണ്ട് കാണപ്പെടുന്നു. വിത്തുകൾ ഉണക്കിയെടുത്താണ് പിന്നീട് ഉപയോഗിക്കുന്നത്. വാനിലയുടെ ഉണങ്ങിയ കായ്കളിൽ കാണുന്ന വാനിലിൻ എന്ന പദാർത്ഥമാണ് ഇവയ്ക്ക് സുഗന്ധവും രുചിയും നൽകുന്നത്. കൂടുതലായും ഇവ ഐസ്ക്രീമുകളിലും ബേക്കറി പദാർത്ഥങ്ങളിലുമാണ് ഉപയോഗിച്ചു കാണുന്നത്. ഇവയുടെ കായ്കൾ വിളയാൻ ഏകദേശം 5 മാസത്തിലധികം സമയം എടുക്കും. അതുപോലെ തന്നെ പുതിയ തൈകൾ ഉണ്ടാക്കുന്നത് വള്ളികൾ മുറിച്ചു വെച്ചാണ് ഇവയുടെ പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. കൂടാതെ ചില മരുന്നുകളിൽ അരുചി മാറ്റാനും ഇവ ഉപയോഗിച്ച് കാണാറുണ്ട്. ഇവയുടെ കൂടുതൽ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കും. ഈ വാനില എസൻസ് എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് നമ്മൾ ആഹാരപദാർത്ഥങ്ങളിൽ പ്രത്യേകിച്ച് ഈ കേക്ക് ബേക്ക് ചെയ്യുന്ന സാധനങ്ങൾക്ക് മണം രുചി ഉണ്ടാവാൻ വേണ്ടി ചേർക്കുന്നതാണ്. അതിൻ്റെ അതിൽ ഭയങ്കര ഇച്ചിരി പൾപ്പുണ്ട് ഇതിൽ. ഇത് ഈ ആഹാരത്തിന് രുചി ഉണ്ടാവാൻ ഇത് സാധാരണ നമുക്ക് ചേർക്കാം. അതിലുപരി ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ ഈ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് ഈ വാനില അരച്ച് മേലെ തേച്ച് കഴിഞ്ഞാൽ സ്കിന്ന് മൃദുവായിട്ട് മാറും. അതുപോലെ കുറച്ച് പൊതുവെ ഇപ്പോൾ അത് ഈ നമ്മൾ താളി ഉപയോഗിക്കുമ്പോൾ അല്ല, ഈ വാനില കംപ്ലീറ്റ് അതിൻ്റെ ആ തണ്ട് നമ്മൾ അരച്ച് മേലെ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ സ്കിന്ന് നല്ല മൃദുവായിട്ട് മാറും, നല്ല സുഖം കിട്ടും. അതുപോലത്തെ ഇതിനൊരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ പൾപ്പ് എടുത്തിട്ട് ലേശം മഞ്ഞപ്പൊടി ചേർത്തിട്ട് പിന്നെ മുഖത്ത് ഫേസ് പാക്കായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുഖം നല്ല ഒരു ഉതുപ്പ് തോന്നും. ആ ഡ്രൈ സ്കിന്ന് മാറും. പിന്നെ ഈ ചെറിയ കറുപ്പ് പാടുകളൊക്കെ മാറാൻ ഇതൊരു ഫേസ് പാക്ക് പോലെ ദിവസേന ഉപയോഗിച്ച് 2 ആഴ്ച ഉപയോഗിച്ച് നല്ല ഗുണമാണ്. മാത്രമല്ല ഈ മുഖത്തിനൊരു നല്ലൊരു ഉതുപ്പ് തോന്നും, മുഖത്തിനൊരു കുളിർമ തോന്നും. അത് തന്നെ അതുപോലെ ഈ കണ്ണിൻ്റെ പോളയിൽ ലേശം എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് 10 മിനിറ്റ് വെച്ച് കെട്ടി വെച്ച് കഴിഞ്ഞാൽ കണ്ണിന് നല്ല തണുപ്പ് തോന്നും.